ടേസ്റ്റി ട്രാവലിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്നുള്ളത് സോനാമർഗിലാണ്. അപ്പോൾ കാർഗിലായിരുന്നു ഇന്നലെ. കാർഗിലിൽ നിന്ന് സോനാമർഗത്ത് റോഡ് ഭയങ്കര മോശം എന്ന് പറഞ്ഞാൽ നല്ല മോശമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ എത്തുമ്പോൾ ഒരുപാട് ലേറ്റായി. ഇന്ന് ശ്വാസം അപ്പോൾ ഇവിടെ എത്തുമ്പോൾ ഒരുപാട് ലേറ്റായി. അതുകൊണ്ട് സോൻമർഗിൽ ഇന്നലെ റൂം എടുത്ത് ഇന്നലെ രാവിലെ റൂം വെക്കേറ്റ് ചെയ്യാണ്. നമ്മൾ നേരെ കാശ്മീരിലേക്ക് പോവാണ്. കാശ്മീരിൽ ഇന്ന് ഉച്ചയാകുമ്പോഴേക്കും എത്തുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം. അങ്ങനെ സോൻമർഗിൽ നല്ല മനോഹരമായിട്ടുള്ള പ്രദേശങ്ങളാണ് ഇവിടെ. അപ്പോൾ വിശേഷം എവിടെയും പോകണില്ല. ജസ്റ്റ് ഞങ്ങൾ സോൻമർഗിൽ സ്റ്റേ ചെയ്തതെന്നുള്ളൂ. നേരെ കാർഗിൽ തന്നെ ശ്രീനഗറിലേക്ക് തന്നെയാണ്. അപ്പോൾ വേറെ ഇവിടെ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. അറിയാലോ, സോൻമർഗ് എന്ന് പറയുമ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. പക്ഷേ ബീച്ചേട്ടന് താല്പര്യമില്ല. കാരണം കുതിരപ്പുറത്തൊക്കെ കയറണം എന്നുള്ളത് കൊണ്ട് തന്നെ അത് താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ വേറെ എവിടെയും കറങ്ങുന്നില്ല. നേരെ ശ്രീനഗറിലേക്ക് പോവുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. വീഡിയോ ഷെയർ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ പരമാവധി ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം നിങ്ങൾ കാണാൻ സമയം കിട്ടിയില്ലെങ്കിൽ പോലും മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇതുപോലെ കാഴ്ചകൾ കാണാൻ താല്പര്യമുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഷെയർ ചെയ്തിട്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് ഇതുപോലെ തുരങ്കങ്ങൾ പണി നടക്കുന്നുണ്ട് ഇവിടെ. കാരണം കഴിഞ്ഞ നമ്മളിപ്പോൾ സോനാമർഗിലേക്ക് അങ്ങനെ കയറ്റുന്നത്, അതായത് ജോസില്ല പാസ് തുടക്കം മുതൽ ഇങ്ങ് സോനാമർഗ് വരെ വലിയൊരു ടണലിൻ്റെ പണി നടക്കുന്നുണ്ട്. അതുപോലെ സോനാമർഗ് കഴിഞ്ഞിട്ട് ഇവിടുന്നത് അങ്ങോട്ട് പോകുമ്പോൾ അവിടെ വലിയൊരു ടണലിൻ്റെ പണി വേറെയും നടക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ടണലിൻ്റെ വർക്കുകൾ ഇവിടെ നടക്കുന്നുണ്ട്. ഇതിൻ്റെ ടണലുകളുടെ വർക്കുകളൊക്കെ കഴിഞ്ഞാൽ യാത്ര വളരെ സുഖമായിരിക്കും. കാരണം ചുരം കയറുകയോ അല്ലെങ്കിൽ ട്രാഫിക് അങ്ങനത്തെ ഒരുപാട്, അതായത് സമയം നമുക്ക് ഒരുപാട് ലാഭമായി കിട്ടും. അപ്പം എത്രയും പെട്ടെന്ന് ഇതിൻ്റെ വർക്കുകളൊക്കെ കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കേരളത്തിൽ കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരം വരെ പോയി അവിടെ നിന്ന് വിജിറ്റേട്ടനെയും കൂട്ടി ഡൽഹി വന്ന് ഡൽഹിയിൽ നിന്ന് മണാലി, ഷിംല അങ്ങനെയെല്ലാം കറങ്ങി ലേ കറങ്ങി ഇപ്പോൾ നമ്മുടെ ശ്രീനഗറിലേക്ക് ഇനി 50 കിലോമീറ്ററും കൂടി ഉള്ളൂ ബാക്കി. അപ്പോൾ നമ്മൾ ശ്രീനഗറിൽ നമ്മുടെ യാത്രയുടെ അവസ്ഥ അതായത് നമ്മുടെ യാത്രയുടെ തുടക്കം കേരള, അതായത് ശരിക്കും പറഞ്ഞാൽ ഡൽഹിയിലായിരുന്നു. ഡൽഹിയിൽ നിന്ന് തുടങ്ങി നമ്മൾ ശ്രീനഗർ വരെയാണ്. അതായത് മണാലി, ഷിംല, മണാലി, അവിടെ നിന്ന് നമ്മൾ പിന്നെ നേരെ ലഡാക്ക് കയറി. ലഡാക്കിൽ നിന്ന് ലേയിൽ വന്നു, അത് കർത്തുങ്കൽ വന്നു. അവിടെ നിന്ന് നമ്മൾ നേരെ കാർഗിൽ വന്നു. കാർഗിൽ നിന്ന് സോനാമർഗ് വന്നു. സോനാമർഗിൽ നിന്ന് ശ്രീനഗർ കാശ്മീരിലേക്ക് എത്തി. 50 കിലോമീറ്ററും കൂടി എത്തിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് നമ്മൾ ഡൽഹിയിലേക്ക് തന്നെ പോകും. അപ്പോൾ നമ്മൾ റൗണ്ട് അടിച്ചിട്ട്, അതായത് കറങ്ങി അടിച്ച് നമ്മൾ തിരിച്ച് കാശ്മീരിൽ നിന്ന് നേരെ ഇനി അടുത്തത് കാശ്മീരിൽ എത്തിക്കഴിഞ്ഞാൽ നേരെ ഡൽഹിയിലേക്കാണ്. ഡൽഹിയിൽ നമ്മൾ തിരിച്ച് നാട്ടിലോട്ട് പോകും. അപ്പം നമ്മുടെ യാത്ര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ നിങ്ങൾ പറയുന്നു.
അപ്പോൾ ഞങ്ങൾ ഇന്ന് താമസിക്കുന്ന റിസോർട്ടാണ് ഇവിടെ. ഹൗസ് ബോട്ട് ഉണ്ട് റേറ്റ് ആയിട്ട്. പക്ഷേ ഹൗസ് ബോട്ട് ബിജിച്ചേട്ടന് പേടിയായതുകൊണ്ട് ഹൗസ് ബോട്ടിൽ ഞങ്ങൾ താമസിക്കണില്ല. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന റിസോർട്ടിൻ്റെ പേരാണ് ബദ്രിയ റിസോർട്ട്. ഈ ബദ്രിയ റിസോർട്ടിലേക്ക് വരുമ്പോഴല്ലേ നമുക്ക് റിസപ്ഷനാണ്. ഈ റിസപ്ഷനോട് ചേർന്ന് തന്നെ വലിയ ഒരു ഹാള് നമുക്കുണ്ട് ഇവിടെ. റിസപ്ഷനോട് ചേർന്ന് തന്നെയാണ് കയറി വരുമ്പോഴുള്ള വഴിക്ക്. നമ്മുടെ റൂം ഇത് ഇങ്ങോട്ടാണ്. അല്ലേ, മുകളിലോട്ടൊക്കെ ഉണ്ട്. അതുപോലെ ഒരു കോമൺ ബാത്റൂം ഉണ്ട്. നമ്മുടെ റൂം എന്ന് പറയുന്നത് 106 ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. അത്യാവശ്യം തിരക്കടില്ലാത്ത റൂം തന്നെയാണ്. സാധനങ്ങളൊക്കെ അതാ അവിടെ ഇട്ടിട്ടുണ്ട്. കാരണം വേറൊന്നുമല്ല, എല്ലാം അലക്കാനൊക്കെ ഉള്ളതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബാത്റൂമും അത്യാവശ്യം നല്ല ബാത്റൂം, വലിപ്പമുള്ള ബാത്റൂം തന്നെയാണ്. ഒരു വാഷ് ബേസിനുണ്ട്, പിന്നെ ടോയ്ലറ്റ് യൂറോപ്യനാണ്, ഹീറ്ററുണ്ട്. അത് നല്ല വലിപ്പമുള്ള ബാത്റൂം തന്നെയാണ്, നല്ല വലിപ്പമുള്ള റൂമുമാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെയാണ് താമസിക്കുന്നതൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് നിർത്തുകയാണ്. നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഇനി നല്ല നല്ല കാഴ്ചകളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരെ ബൈ ബൈ.